ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരന്തന പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സച്ചിയും രേവതിയും നമ്മുടെ വർഷയും കൂട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ഒന്നാമത്തെ വിവാഹാശുഭമൊക്കെ നല്ല ഗ്രാൻഡായിട്ടൊക്കെ നടത്തി. അതിനുശേഷം നമ്മുടെ രേവതിക്ക് വർഷ ഒരു മൊബൈൽ ഫോണൊക്കെ സമ്മാനിക്കുകയാണ്. വില കൂടിയ സ്മാർട്ട് ഫോണാണ് സമ്മാനമായി കൊടുക്കുന്നത്. ചേച്ചിയുടെ ബിസിനസ്സിനൊക്കെ അത് ഉപകരിക്കുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം വർഷയും ശ്രീകാന്തിനൊക്കെ വളരെ സന്തോഷമാവുന്നു. പിറ്റേ ദിവസം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അച്ഛമ്മ നാട്ടിലോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്ത് സച്ചിയെടുത്ത് പറയും, മോനെ അച്ഛമ്മ പോവുകയാണെന്നൊക്കെ പറയും. ആ സമയത്ത് രേവതി അന്വേഷിക്കുന്ന സമയത്ത് രേവതി കിച്ചണിൽ പണിയിലാണ്. ആ സമയത്ത് അച്ഛമ്മ ചോദിക്കും, നോക്കേ വേർത്ത് കുളിച്ചൊരു പരുവായി, എപ്പം നോക്കിയാലും നീ അടുക്കളയിൽ തന്നെ ആണോ മോളെ എന്ന് ചോദിക്കും. അത് ഇച്ചിരി ജോലി കൂടെ ഉണ്ടായെന്ന് പറയും. ഉടനെ ശ്രുതിയെടുത്ത് നിങ്ങൾക്ക് അവളെ സഹായിച്ചുകൂടായോ? എപ്പം നോക്കിയാലും ഒരാൾ മാത്രം അടുക്കളയിൽ കിടന്ന് സഹായിക്കണം. നിങ്ങൾ 3 മരുമക്കളുള്ള വീടല്ലേ ഇത്, 3 പേരും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യണമെന്ന് പറയും. ഒരാളെ കൊണ്ട് മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലെന്നൊക്കെ പറയും. ഇതിനു വേണ്ടി എന്തോ ജോലി ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് പറയും. എങ്കിൽ പിന്നെ ഇവിടുത്തെ ജോലി മുഴുവൻ നീ ചെയ്യേ എന്ന് നമ്മുടെ രവി പറയുന്നുണ്ട്. എടാ, നീ എത്രയും നേരം ഇവിടെ അടുക്കളയായിട്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, രേവതി മോളെയും കൊണ്ട് 1-2 ദിവസം പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറയും. പുറത്തോട്ടോ? അത് എവിടെയെങ്കിലും നിങ്ങൾ 2 ദിവസത്തേക്ക് ടൂർ പോയിട്ട് വരാൻ പറയും. അവൾക്കൊരു സന്തോഷം. എന്നും ഈ അടുക്കളയിൽ തന്നെ കിടക്കുമല്ലോ എന്ന് ചോദിക്കും. അത് ശരിയാ. പിന്നെ മോള് എന്തുവായിരുന്നു, കുറച്ച് ദിവസം അച്ഛമ്മയുടെ കൂടെ നാട്ടിൽ വന്ന് നിൽക്കുന്നു എന്ന് ചോദിക്കും. ഇപ്പം എന്തായാലും വരുന്നില്ല അച്ഛമ്മ, എന്തായാലും ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം വരാമെന്ന് പറയും. ശരി എന്നാൽ. ഇപ്പം ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട, രേവതി മോളെയും കൂട്ടി നീ കുറച്ച് ദിവസം എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകും. ഒത്തിരി ദിവസം പറ്റില്ലെങ്കിൽ 2 ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറയും. അവർക്കൊരു സന്തോഷമാവട്ടെ. ശരി അച്ഛമ്മ, നമുക്ക് ആലോചിക്കാമെന്ന് പറയും. ആലോചിച്ചാൽ പോരാ, അത് എത്രയും പെട്ടെന്ന് തീരുമാനിക്കണമെന്ന് പറയും. നാളെ എങ്കിൽ നാളെ തന്നെ പോകാൻ റെഡി ആവണമെന്ന് പറയും. ശരി അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടൊക്കെ യാത്ര പറയുകയാണ്. ആ സമയത്ത് രവിയും പറയും, ശരി എപ്പോഴും രേവതി മോളങ്ങ് അടുക്കളയിൽ തന്നെയാണെന്ന് പറയും. അവൾ എന്തൊക്കെ ജോലി ചെയ്യണം, വീട്ടു ജോലി ചെയ്യണം, എന്നിട്ട് വേണം അവൾക്ക് പൂ കെട്ടാൻ പോകണം എന്നൊക്കെ പറയും. ഇവിടെ ജോലി ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നൊക്കെ രവി ഇങ്ങനെ ചന്ദ്രയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ അങ്ങ് പോവുകയാണ്. അച്ഛമ്മ നാട്ടിൽ പോന്നു, ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. അതിനുശേഷം അച്ഛമ്മ ബസ് കയറിയാണ് അങ്ങ് പോകുന്നത്. അതിനുശേഷം ചന്ദ്രമതിക്ക് ഒരു സമാധാനമില്ല. ഇവരെവിടെ ടൂറ് പോകുന്ന കാര്യമായിരിക്കും തീരുമാനിക്കുന്നത്. എന്തായാലും അവൾ ഇവിടുന്ന് ടൂറ് പോയ പണിയാണ്, എല്ലാ ജോലിയും ഞാൻ ചെയ്യേണ്ടി വരും. വർഷയും ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞാൽ വീട്ടു ജോലി മുഴുവൻ എൻ്റെ തലയിലാവും. അതെന്തായാലും വേണ്ട. അവൾ എന്തെങ്കിലും പറഞ്ഞ് അവരെ യാത്ര മുടക്കണമെന്നൊക്കെ പറയും. അങ്ങനെ രേവതി കിച്ചണിൽ പണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് വരികയാണ്. ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ എവിടെ ടൂറ് പോകുന്നതായി പറഞ്ഞത്? അതിന് എവിടെ ടൂറ് പോകുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾ ഈ ടൂറ് പോകുന്നതൊക്കെ അമ്മ പറഞ്ഞായിരുന്നല്ലോ. പോകണം, ഒന്നും തീരുമാനിച്ചില്ലെന്ന് പറയും. നിങ്ങൾ പോകുന്ന സ്ഥലം അത്ര ശരിയല്ല, അവിടെ ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ പോകുന്ന കാര്യം പോലും തീരുമാനമായില്ല, പോകുന്ന സ്ഥലവും തീരുമാനിച്ചില്ല. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ അറിയാം അവിടെ തണുപ്പാന്നുള്ളത്. നിങ്ങൾ എവിടെ പോലും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും എന്ന് പറയും. പിന്നെ സച്ചിയുടെ കൂടെ നീ പോകുന്നത്, അവൻ്റെ കൂടെ എവിടെ പോലും പ്രശ്നമാണ്. 24 മണിക്കൂർ അവൻ വെള്ളം അടിച്ച് കിടക്കുക. അവൻ്റെ കൂടെ എവിടെയെങ്കിലും പോയാൽ നിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഞാൻ നിന്നുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്, അവൻ്റെ കൂടെയുള്ള യാത്ര നിനക്ക് നല്ലതല്ല. ഉടനെ രേവതി പറയും, എൻ്റെ സച്ചിയേട്ടനെ എനിക്കറിയാം. മുമ്പ് സച്ചിയേട്ടൻ മദ്യപിക്കുക, ഇപ്പം എൻ്റെ സച്ചിയേട്ടൻ മദ്യപിക്കത്തൊന്നുമില്ല. അമ്മ ആ പേരും പറഞ്ഞ് ഞങ്ങളുടെ യാത്ര മുടക്കാനങ്ങ് നോക്കണമെന്ന് പറയും. നിനക്ക് അവനെ അറിയത്തില്ല. വിവാഹത്തിന് മുമ്പ് അവൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. അവൻ കൂട്ടുകാരുമായിട്ട് എന്നും ടൂർ പോക്കായിരുന്നു. കള്ളും കുടിച്ച് ബോധമില്ലാതെ സ്റ്റേഷനും പോലീസും എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ മുമ്പ്. അന്ന് സച്ചിയേട്ടൻ്റെ കൂടെ പോകുന്ന ആൾക്കാർ സച്ചിയേട്ടൻ്റെ കൂട്ടുകാരായിരുന്നു. ഇപ്പോൾ പോകുന്നത് സച്ചിയേട്ടൻ്റെ ഭാര്യ ഈ രേവതിയാണ്. എനിക്കറിയാം സച്ചിയേട്ടനെ സുരക്ഷിതമായിട്ട് പോയി തിരിച്ച് വരാൻ ഞങ്ങൾക്കറിയാമെന്ന് പറയും. കയ്യിലുള്ള കാശ് മുഴുവൻ തീർക്കണമായിരിക്കും. എങ്ങനെയെങ്കിലും മുറി കെട്ടി അങ്ങോട്ട് താമസിക്കാൻ നോക്ക്. എന്നും കുന്നി തിരുന്നേലും വരാന്തേലും ഇങ്ങനെ കിടക്കാതെ, അല്ലാതെ ടൂറ് പോയി വെറുതെയുള്ള കാശെല്ലാം പൊട്ടിച്ച് കളെ. അമ്മയ്ക്ക് ഇത്രയും സ്നേഹം എന്നോടുണ്ടായിരുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയും. അങ്ങനെ അപ്പോഴത്തേക്ക് രേവതി പറയും, ശരി ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്തോളാം. എനിക്കിപ്പോൾ തൽക്കാലം അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. അമ്മയൊന്ന് പോയിരുന്നെങ്കിൽ ഞാൻ ബാക്കി ജോലിയൊക്കെ ചെയ്തോളാം എന്ന് പറയും. എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം സച്ചി അങ്ങോട്ട് വരും. സച്ചി വരും, അമ്മയെ കൊണ്ട് ആക്കിയെന്ന് ചോദിക്കും. അച്ഛമ്മയെ കൊണ്ട് ബസ് സ്റ്റോപ്പിലാക്കി കൊണ്ടുവിടാമെന്ന് പറഞ്ഞാൽ അച്ഛമ്മ സമ്മതിക്കത്തില്ലെന്ന് പറയും. നിൻ്റെ വണ്ടിയിലെ പെട്രോൾ അത്രയും കളയേണ്ടെന്ന് എഴുതി അമ്മ അങ്ങനെ പറയുന്നത്. പിന്നെ അമ്മ നല്ല ആരോഗ്യവതിയില്ലേ, അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് പറയും. അത് ശരിയാ, അച്ഛമ്മ ഈ പ്രായത്തിൽ നല്ല മിടുക്കിയായിട്ടിരിക്കുന്ന അമ്മയുടെ ചിട്ടയായ ജീവിതമാണെന്ന് പറയും. അങ്ങനെ അല്ല, നിങ്ങൾ ടൂർ പോകുന്ന കാര്യമൊക്കെ തീരുമാനിച്ചു എന്ന് ചോദിക്കും. ഇല്ല, ഒന്നും തീരുമാനിച്ചില്ല. എന്തുവാടാ ഇത്, അമ്മ പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് ടൂർ പോകണമെന്ന്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം പോകുന്ന കാര്യം തീരുമാനിക്കാൻ പറയും. നീ ഒരു കാര്യം ചെയ്യും, വർഷയെടുത്തും ശ്രീകാന്തിട്ടും ചോദിക്കുക. അവർക്കാകുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു പിടുത്തം കാണുമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറുമ്പോഴാണ് അവിടെ നമ്മുടെ വർഷയും ശ്രീകാന്ത് ചോദിക്കും, സച്ചേട്ടാ നിങ്ങൾ പോകുന്ന സ്ഥലം തീരുമാനിച്ചു എന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് ഞാനൊരു പ്ലേസ് പറയട്ടെ എന്ന് ചോദിക്കും. നീ പറ വർഷേ, നിങ്ങൾ മൂന്നാർ പോയാൽ മതി എന്ന് പറയും. മൂന്നാറിലോ? ഇപ്പം നല്ല ക്ലൈമറ്റാണ് മൂന്നാറിൽ. 2 ദിവസം അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറയും. അത് ശരി. അപ്പോൾ രവി അത് ശരി, അവിടെ പോയിട്ട് വരാൻ പറയും. ഉടനെ മേളിൽ നിന്നോട് ശ്രുതി പറയും, മൂന്നാറിൽ എന്തോ കാണാതിരിക്കുന്നത് എന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയും, പൗഡർ ഇട്ടത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്നാറിലൂടെ തന്നെ പോകുന്നുള്ളൂ. ഉടനെ വർഷം ചോദിക്കുകയും മൂന്നാറിൽ കാണാൻ സ്ഥലമൊന്നും ഇല്ലെന്ന് പറയാൻ ശ്രുതി ചേച്ചി മുമ്പ്
മൂന്നാറിൽ പോയിട്ടുണ്ട്. അല്ല ഞാൻ പോയിട്ടൊന്നുമില്ല, പോവാതെ എങ്ങനെ സൂചിച്ചിക്ക് അവിടെ കാണാൻ ഒന്നുമില്ലെന്ന് പറയുന്നത്. അത് നല്ല സ്ഥലം സച്ചിയേട്ടാ, അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, നല്ല ക്ലൈമറ്റോ, നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലം അതാന്ന് പറയും. പിന്നെ അത് മാത്രമല്ല അവിടുന്ന് ഇപ്പം സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പാടാണ് താമസിക്കാൻ, റൂമൊന്നും അവൈലബിൾ അല്ലെന്നൊക്കെ ശ്രുതി പറയും. ഉടനെ നമ്മുടെ ചന്ദ്രൻ പറയും, നീ എന്തിനാ ശ്രുതി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ഓരോരുത്തർ ഇഷ്ടമില്ലേ, നമ്മളിനി ഒന്നും പറഞ്ഞ് മുടക്കാൻ നിൽക്കേണ്ട, പോകാനായിട്ട് തീരുമാനിച്ചവരില്ലേ, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറയും. സ്ഥലമില്ലെങ്കിൽ ഓരോ കടത്തിണ്ണയിലും പോയി കിടക്കുമെന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി പറയും. ഉടനെ വർഷ പറയും, അങ്ങനെ കടത്തിണ്ണയിലൊന്നും പോയി കിടക്കേണ്ടി വരുന്നില്ല, നിങ്ങൾ അവിടെ മൂന്നാർ ടൂർ പോകുന്ന ആ സമയത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് പറ്റിയൊരു റിസോർട്ട് ബുക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അപ്പം തന്നെ വർഷ പെട്ടെന്ന് ഒരു ഓൺലൈൻ വഴി തന്നെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തൊക്കെ എടുക്കണ്ടോ, റിസോർട്ടൊക്കെ റൂമൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇനി അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. ആഹാ, വർഷയാളും പിടിക്കുകയാണല്ലോ എന്നൊക്കെ സച്ചി പറയും. പിന്നെ അല്ലാതെ നിങ്ങൾ മൂന്നുവരെ ടൂറും പോകണം, അവിടെ പോയി താമസം. ഇപ്പോൾ എല്ലാവരും പരാതി മാറി, അവർ റോഡിലും കിടക്കത്തില്ല, നല്ല ക്ലൈമറ്റ്, അവരവിടെ പോയി തിരിച്ചു വരുമെന്ന് പറയും. വർഷയുടെ ആ പെരുമാറ്റവും ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം എപ്പോഴും രേവതിയെ സച്ചിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വർഷയും ശ്രീകാന്ത് സംസാരിച്ചത്. ഓപ്പോസിറ്റും അതുപോലെയാണ്, അവർക്കൊരു പ്രശ്നമാണ് ഇവരും കൂടെ നിൽക്കും, അവർ തമ്മിൽ ഭയങ്കര ഒരു ഐക്യം, ഒരു സ്നേഹമുള്ളതാണ്. അങ്ങനെ അതെല്ലാം കഴിയും. അതിനുശേഷം പിന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയുടെ വീടാണ് കാണിക്കുന്നത്. ലക്ഷ്മി അമ്മ മക്കളും കൂടി വേറൊരു വീട്ടിലൂടെ താമസം മാറുകയാണ്. പഴയ വീട്ടിലത്ര സൗകര്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ദേവുവിന് ജോലിക്ക് പോകാനും വരാനുള്ള സൗകര്യത്തിനായിട്ടും കുറച്ചും കൂടി നല്ലൊരു വീട്ടിലോട് താമസം മാറുകയാണ്. ആ സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി ആ മോളെ വീടൊക്കെ കണ്ടോ, ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും. ഞാൻ പുറമേ നിന്ന് കണ്ടമേ, കാണാൻ നല്ല ഭംഗിയുണ്ട്, പിന്നെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഉടനെ ശരത്തും പറയും, നല്ല സൗകര്യമുള്ള വീടാണ് ചേച്ചി, നമ്മൾ മുമ്പ് താമസിച്ച കണക്കല്ല, നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള വലിയ വീടാണെന്ന് പറയും. വാടകയും വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ നല്ല സൗകര്യമാണ് ചേച്ചിയെന്ന് ഇങ്ങനെ ദേവു പറയും. ആഹാ എന്ന് പറയും, മോളെ നിന്നെ സച്ചിയെ ഞാൻ പ്രതീക്ഷിച്ചു എന്ന് പറയും. ഇത് മുമ്പോൾ ഞാനിന്ന് പാല് കാച്ചു എന്ന് പറയും. ഇത് നമ്മുടെ പുതിയ വീടൊന്നും അല്ലല്ലോ അമ്മേ, വാടക വീടല്ലേ. അതെ, എങ്കിലും ഞാൻ കുറച്ച് പാലൊക്കെ കാച്ചി പിന്നെ ഒരു പായസമൊക്കെ വെച്ചു, നിങ്ങൾ വരാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ അമ്മയ്ക്കുള്ളായിരുന്നു പറയും. അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. സച്ചേട്ടൻ എവിടെ ചേച്ചി? സച്ചേട്ടൻ രാവിലെ ട്രിപ്പ് ഉണ്ടായിരുന്നു മോനെ, അതുകൊണ്ട് പോയാന്ന് പറയും. ആഹാ, ഇന്ന് നീ ലീവ് എടുത്തോ? ഇന്ന് ലീവ് എടുത്തു, സാധനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു ചേച്ചി, അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായെന്ന് ചോദിക്കും. അത് ശരിയാണ്, നമുക്ക് എന്നാ മോളെ ഇനി ഇതുപോലെ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നൊക്കെ ലക്ഷ്മി അമ്മ ചോദിക്കും. അപ്പോൾ രേവതി പറയും, അതൊക്കെ നടക്കും അമ്മേ, കൃഷ്ണയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്, അതൊക്കെ നടക്കും. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ ബിസിനസ്സും ചെറിയ തോതിലെങ്കിലും എനിക്ക് ചെറിയ രീതിയിലൊരു ലാഭമൊക്കെ കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത രീതി ബിസിനസ് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ദേവുവിന് ജോലി ശരിയായി, ഇനി ശരത്ത് നല്ലോണം പഠിക്കുന്നുണ്ട്, അവനും അവൻ്റെ പഠിപ്പിനനുസരിച്ച് നല്ലൊരു ജോലി കിട്ടും. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് കുഞ്ഞാണെങ്കിലും സ്വന്തമായിട്ടൊരു വീട് നമുക്ക് വെക്കാമെന്നൊക്കെ പറയും. അങ്ങനെ ലക്ഷ്മിയമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എൻ്റെ 3 മക്കളും എൻ്റെ അടുത്തുണ്ടല്ലോ, എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം, എന്ത് കഷ്ടപ്പാടിലും എനിക്ക് എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാൻ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയും. അങ്ങനെ മക്കളെ 3 പേരെയും കൂടി ലക്ഷ്മിയമ്മ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സച്ചിൻ രേവതി കുടുങ്ങി നിൽക്കാൻ ആ സമയത്ത് ചന്ദ്രമതിക്ക് ടെൻഷനാണ്. ഇവർ എവിടെ യാത്ര പോകും, ഇവർ യാത്ര പോയ ജോലിയൊക്കെ രേവതി പോകുന്നതാണ് ഏറ്റവും വലിയ ടെൻഷൻ. കാരണം രേവതി പോയി കഴിഞ്ഞാൽ വർഷയും ശ്രുതിയും കൂടി ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള പണിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോഴാണ് ചന്ദ്രമതിയുടെ ടെൻഷൻ, എങ്ങനെയെങ്കിലും ഇവരുടെ യാത്ര മുടക്കണോ, എന്താ ഒരു പ്ലാനെന്ന് കരുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സച്ചിൻ രേവതി അവിടെ നിന്ന് നോക്കുന്നത്. നമ്മുടെ യാത്ര മുടക്കാൻ വേണ്ടി എന്തോ ചെയ്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നതെന്ന് പറയും. അത് ശരിയാ അമ്മയ്ക്ക് ഞങ്ങൾ യാത്ര പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്ത് ബുദ്ധിമുട്ട് അല്ല, ഇനി അഥവാ അമ്മ സീരിയലൊക്കെ ഒരുപാട് കാണുന്നില്ലേ, അമ്മ ചിലപ്പോൾ ഒരുപക്ഷേ സീരിയൽ അമ്മായിയമ്മമാരുടെ കണക്ക് ചിലപ്പോൾ ഞങ്ങൾ പോകുന്നതിന് എന്തെങ്കിലും തടസ്സമൊക്കെ കാണിക്കാമെന്നൊക്കെ വന്നാൽ, അഥവാ തലവേദന വരുവാണെങ്കിൽ തലവേദനയ്ക്കുള്ള മരുന്ന് ഒരു ഗുളിക എടുത്ത് കാണിക്കും, വയറുവേദന വരുവാണെങ്കിൽ അതിനുള്ള ബാം എടുത്ത് തലവേദന വരുവാണെന്നുണ്ടെങ്കിൽ തലവേദനയ്ക്കുള്ള ബാമും വയറുവേദന വന്നാൽ കഴിക്കാനുള്ള ഗുളികയും പിന്നെ നെഞ്ചുവേദന വന്നാൽ ഒരു ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞാൽ വലിയൊരു ഇഞ്ചക്ഷൻ എടുത്ത് സിറിഞ്ച് സൂചിയും കൂടി കാണിക്കും. അത് കാണുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്കും പേടി, ഇതെന്താ, അല്ല അഥവാ അങ്ങനൊരു വേദന വന്നാൽ ഇതിനകത്ത് മരുന്ന് എടുത്തിട്ട് ഈ സിറിഞ്ച് വഴിയെ കുത്തി കയറ്റിയാൽ മതിയെന്ന് പറയും. അതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി പേടിച്ച് നിൽക്കുകയാണ്. കാരണം ഇനി ഇവരെന്തെങ്കിലും ഇനി ഇഞ്ചക്ഷൻ കാണും എടുത്ത് മയക്കാണോ എന്നെ കിടത്തുമോ എന്നൊക്കെയുള്ളൊരു പേടിയിലാണ് ചന്ദ്ര. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.